My baby sensei, three baby. Hey brother, you wanna try, bro? Yeah, how much this? ഇതാണ് ബാങ്കോക്കിൽ ഞങ്ങൾ താമസിച്ച റൂം. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ജീവനക്കാരെല്ലാം സ്ത്രീകളാണ്. എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ്. റിസപ്ഷനിൽ 24 അവേഴ്സും ആളുണ്ടാവും. ഏതെങ്കിലും ടൂർ പാക്കേജുകളോ ടാക്സിയോ അങ്ങനെ എന്താവശ്യമുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ ഇവരതെല്ലാം അറേഞ്ച് ചെയ്ത് തരും. എയർപോർട്ടിൽ നിന്നും വന്നതിന് ശേഷം നേരെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയതുകൊണ്ട് റൂമിലെത്തിയപ്പോഴേക്കും ക്ഷീണിച്ചു പോയിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സമയം രാത്രി 8 മണിയായി. അതിനുശേഷം ഞങ്ങൾ റെഡിയായി വെളിയിലേക്ക് ഇറങ്ങി. കൗ സാൻ റോഡ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. വെളിയിലേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട്. ഇവിടുത്തെ തട്ടുകടയിൽ പൊറോട്ടയും ദോശയും ഒന്നും കിട്ടില്ല. ഇവിടെയുള്ളത് നൂഡിൽസും റൈസും ഒക്കെയാണ്. ഇവിടെ സൈഡിൽ കാണുന്ന ഈ വീടുകളിലൊക്കെ താമസിക്കുന്നത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. മഴ പെയ്തിട്ടുണ്ട്, റോഡിലൊക്കെ വെള്ളം കിടപ്പുണ്ട്. ഇവിടെയെങ്കിലും ഒരു മനുഷ്യനെ പോലും കാണാനില്ല. 100 മീറ്റർ നടന്നപ്പോഴേക്കും മെയിൻ റോഡിലെത്തി. അവിടെ നല്ല തിരക്കാണ്. കൗ സാൻ റോഡിൽ പോയി സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക, നൈറ്റ് ലൈഫൊക്കെ കാണുക, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വഴിയരികിലെ ഹോട്ടലുകാരൊക്കെ മെനു കാർഡുമായി ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. 10 മിനിറ്റ് നടന്നപ്പോഴേക്കും ഞങ്ങൾ കൗ സാൻ റോഡിലെത്തി. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നടന്നത്. ആദ്യം കണ്ട സ്വീറ്റ് കോൺ ഷോപ്പിൽ നിന്നും 1 കപ്പ് സ്വീറ്റ് കോൺ വാങ്ങിച്ചു. 60 ബാത്താണ് 1 കപ്പ് സ്വീറ്റ് കോണിന്. കൗ സാൻ റോഡിൽ നല്ല തിരക്കാണ്. സ്വീറ്റ് കോൺ വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരാൾ അതുവഴി വന്നത്. വേണോ ജിത്തുനെ? കയ്യിലിടുന്നല്ലേ വേണോ? It's a boy, my boy. Where this one? You don't know. Your baby? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 50 baht lah bang. ആ 50 baht, okay? 50 ബാത്ത്. എടാ വേണമല്ലോ അതുപോലത്തെ? വേണ്ട? ഓക്കെ. വേണം വാങ്ങിച്ചു തരണോ? ഓക്കെ. ഹൗ മച്ച് ദിസ്? ഓക്കെ. You mama. You thích cùng cái gì? Three baby là chứ nào đó. 3 baby Mi có 3 baby nữa mà. ഇതിനകത്തൊന്ന് പൈസ എടുത്ത് കൊടുക്കും കേട്ടോ. 3. You too? എന്നാ അതേണ്ടി വാങ്ങിച്ചു. ഈ ആൻറ്റിക്ക് 50. Thank you. You baby, me baby, same. I don't know money. Thank you. Kokunka. ഓക്കെ. Kokunka. Sexy boy, ha, balik ha. അവനെ ഇഷ്ടപ്പെട്ട. അതെ അതെ. ഞങ്ങളങ്ങനെ തെരുവിലൂടെ മുന്നോട്ട് നടന്നു. ഇവിടെ ഒരു നൂഡിൽസ് ഷോപ്പുണ്ട്. വിവിധ തരത്തിലുള്ള തായ് നൂഡിൽസുകളാണ് അവിടെ വിൽക്കാനുള്ളത്. കരിമ്പ് ജ്യൂസ് വേണോ? ഇടിച്ച് ചതച്ചുണ്ടാക്കണം. How much this leg piece? ഇതൊരു ചിക്കൻ കറി വേണം ജിത്തു. വേണ്ടവാ. ഈ കടയിലുള്ളത് വീട്ടിൽ പാറ്റ, പഴുതാര, പാമ്പ് മുതലായ സാധനങ്ങളൊക്കെ പിടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാത്തിനും വിലയൊക്കെ വളരെ കുറവാണ്. എല്ലാം നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചിലന്തിയും പാറ്റയും വരെ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഐറ്റം മുതലിറച്ചിയാണ്. You wanna try, bro? Yeah, how much this? Medium 150, last 200 baht. Hanjor.
So it's getting ready, eh? Yeah. I really brother. Okay. Okay, I'll come back after working, eh? Put money. Show me how much? Shoot video. Put money. Okay. I'm not sure. That's 10 baht? Okay. Oh, 10 baht I take video. Photo. That's good. ചക്കപ്പഴത്തിന് 35 ബാത്ത്. ഇല്ലില്ല, സൈഡൊക്കെ ഇച്ചിരി കാണുന്നു അങ്ങനെ. ഒറിജിനലല്ലേ, പ്ലാസ്റ്റിക്കാ. കൊടുത്തേര്. വാങ്ങിക്കും ചേച്ചി. കറക്റ്റാണോ കിട്ടിയത്? ഇവിടെ ഓരോ കടയുടെ മുമ്പിലും ഇതുപോലെ മെനു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു കടയിൽ കയറിയിരുന്നു. ഇവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. വിവിധ തായ്ലൻഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ മെനു ഒക്കെ നോക്കിയിരുന്നപ്പോഴേക്കും ഓർഡർ എടുക്കാൻ ആളെത്തി. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. മെനുവിലുള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരു ബുൾസൈ വേണമായിരുന്നു. അത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരുടെ ഉടുപ്പിലെ പടം കാണിച്ചു കൊടുത്ത് അത് മനസ്സിലാക്കി. ഒരു തായ് ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു പാട്ട് തായ് ചിക്കനുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങൾ ഓർഡർ ചെയ്ത പാട്ട് തായ് ചിക്കനാണ് ഈ ഉണ്ടാക്കുന്നത്. പാട്ട് തായ് എന്ന് പറഞ്ഞാൽ റൈസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന നൂഡിൽസ് പോലെ ഒരു ഐറ്റമാണ്. അതാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. പാഡ് എന്ന് പറഞ്ഞാൽ തായ് പാട്ടിൽ ഫ്രൈഡ് എന്നാണ് അർത്ഥം. പാട്ട് തായ് ചിക്കൻ, പാട്ട് തായ് ബീഫ്, പാട്ട് തായ് പോർക്ക്, അങ്ങനെ വിവിധതരം പാട്ട് തായ് വിഭവങ്ങൾ ഇവിടെ കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്ത തായ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് അടുത്തതായി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഐറ്റംസൊക്കെ എത്തി. ഇതിലെ പാട്ട് തായ് ചിക്കൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഒന്നുകൂടി ഓർഡർ ചെയ്തു. ഏത് വാഗ്സാനം? തായ്ലൻഡിൽ എല്ലായിടത്തും ധാരാളമായി കിട്ടുന്ന ഐറ്റമാണ് കരിക്ക്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു കരിക്കും കൂടി വാങ്ങി കുടിച്ചു.
ഇവിടെ മുകളിൽ കാണുന്ന ഈ ഹോട്ടലാണ് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ ഗൂഗിൾ റിവ്യൂ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ സൗണ്ട് കാരണം ഇവിടെ ഉറങ്ങാൻ പറ്റില്ലെന്നുള്ളത്. പിന്നെ അത് മാറ്റി വേറെ ബുക്ക് ചെയ്തു. ഇതൊക്കെ മസാജ് പാർലറുകളാണ്. വിവിധ മസാജുകളുടെയൊക്കെ മെനു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സാധനമുണ്ട്, കയറി നോക്കിയാലോ. ഇവിടെ ഡ്രസ്സ്, സുവനീർ ഐറ്റംസ് അങ്ങനെയൊക്കെ കിട്ടുന്ന ധാരാളം ഷോപ്പുകളുണ്ട്. ഞങ്ങളങ്ങനെ ഒരു ഷോപ്പിലേക്ക് കയറി നോക്കി.